ഹായ് എവരിവൺ, പലതരം ചേരുവയുടെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാട്ടർ മെലൺ പിന്നെ അവലൊക്കെ വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് റെഡിയാക്കാം. വീട്ടിൽ അവൽ ഇരിപ്പുണ്ടെങ്കിൽ ഇനി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അവലാട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് അവലാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. അവല് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. ക്രിസ്പി ആവുന്നത് വരെ ചൂടായ പാനിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 4 പേർക്കുള്ള ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അവലാണ് എടുത്തേക്കുന്നത്. അവല് മസ്റ്റ് ആയിട്ടും വറുക്കണം കേട്ടോ. ഞാൻ ഇവിടെ വറുത്തത് കാണിച്ചിട്ടില്ല. 1/4 കപ്പ് അവലിലേക്ക് 1/4 ലിറ്റർ പാല് തിളപ്പിച്ചാറിയതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് കുമ്മട്ടി ആട്ടോ. ഷേക്കിന് ആവശ്യമായിട്ടുള്ള വാട്ടർ മെലൺ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് തയ്യാറാക്കണം. കുരു കളഞ്ഞ് അടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ അരിക്കേണ്ടി വരില്ല കേട്ടോ. നല്ല ഇച്ചിരി കൂടി കട്ടി കിട്ടും. ഈ ഒരു വാട്ടർമെലൺ ജ്യൂസിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള അവലും കൂടി ഇട്ടുകൊടുക്കാം. ആവശ്യത്തിന് മധുരമിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷേക്ക് റെഡിയാവും. തണുപ്പ് വേണം കേട്ടോ. അതിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിന് ഐസ് ക്യൂബ്സും ഇട്ടുകൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു രീതിയിലാവുമ്പോൾ അവലൊക്കെ ഇത്തിരി ഒന്ന് കടിക്കാനൊക്കെ കിട്ടും കേട്ടോ. അവല് പൊങ്ങിയൊക്കെ കിടന്നോളും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞത് അവലിന്റെ മിക്സ് ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത ശേഷം വാട്ടർമെലന്റെ ജ്യൂസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കലാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. റോസ് സിറപ്പ് ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ടാട്ടോ ആദ്യം തന്നെ മധുരം ചേർക്കാത്തത്. പിന്നെ വാട്ടർമെലനും മധുരം ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് മധുരം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് തണുപ്പിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവൽ വാട്ടർമെലൻ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് ഇട്ട് കഴിയുമ്പോൾ ഇത് ഇത്തിരിയും കൂടി ഒന്ന് വെള്ളമായി പോകും കേട്ടോ. അപ്പൊ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. വാട്ടർമെലൻ ഓൾറെഡി വെള്ളമാണല്ലോ, പിന്നെ പാലും കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കൂട്ടത്തില് അവലിന്റെ ഒരു കട്ടിയാണ് ഇതിനുള്ളത്. അപ്പൊ ഐസ് ക്യൂബ്സ് ഒരുപാട് ആയി കഴിയുമ്പോൾ വല്ലാതെ അങ്ങ് വെള്ളമായി പോകും. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.